നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, നമുക്കിവിടെ കുറച്ച് കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ്, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് 22 മണിക്കൂറിനുള്ളിൽ. കുറേ നിങ്ങൾ ചിലപ്പോൾ പുതിയ സ്ഥലത്തേക്ക് പോകാനോ, പുതിയൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനോ, അല്ലെങ്കിൽ എന്തോ ഒരു പുതുമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കാരണം ഇത് പറയുന്നത് ചേഞ്ച് ഓഫ് പ്ലേസ് ഇൻ യുവർ ലൈഫ്, ഒരു സ്ഥലം മാറ്റം. ചിലപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക്, ചിലപ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ, ന്യൂ ഇയർ ഒക്കെ വരികയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നിങ്ങൾ ആരെയൊക്കെയോ മീറ്റ് ചെയ്യാനൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പരിചയമില്ലാത്ത ആളുകളെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും, സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അടുത്തത്, ഇമോഷണൽ കൺട്രോൾ വെക്കണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പൊളൈറ്റായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ നമ്മൾ പെടുമ്പോൾ നമ്മളുടെ ശാന്തമായ പെരുമാറ്റം വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടാലും നിങ്ങൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് ഐ ചക്രം, നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ അത് ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നത്, അൺബ്ലോക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു വഴിത്തിരിവിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു അറിവിന് വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ഇമോഷണലായിട്ട് ഒരു പെരുമാറരുത്, ആരോടും ദേഷ്യപ്പെടരുത്, വാഗ്വാദത്തിൽ ഏർപ്പെടരുത് എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ അതെല്ലാം ദൂഷ്യം ചെയ്യാൻ വഴിയുണ്ട് 72 മണിക്കൂറിനുള്ളിൽ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻസിലുള്ളവരുണ്ടാവും ഇതിനകത്ത്. അവരൊക്കെ തേർഡ് പാർട്ടി കണക്ഷനിൽ മീറ്റ് ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, സൂക്ഷിക്കുക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ? കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് പറയുന്നത്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ ഒരു കിങ് ആണ്. ഒരു തീരുമാനം എടുത്താൽ പിന്നെ വെട്ടൊന്നും തുണ്ടം രണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരാൾ ഒരു തീരുമാനം തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്, പിന്നെ മാറ്റില്ല. പക്ഷെ ഇവിടെ അത് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. റിവേഴ്സ് വന്നിരിക്കുന്നതിന് അർത്ഥം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം ആയിട്ടില്ല. അപ്പൊ ഇതൊരു നോൺ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഈ റിലേഷൻഷിപ്പിന് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇനി വേണോ വേണ്ടയോ, ഇതിൽ നിൽക്കണോ വേണ്ടയോ എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ ബന്ധം എവിടെയും എത്തിയിട്ടില്ല, ഒരു തീരുമാനവും ആയിട്ടില്ല ഈ ബന്ധത്തിനെന്ന് പറയുന്നുണ്ട്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ് കാണുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തോ ഒരു തിരിച്ചറിവ് ആർക്കോ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തുറന്ന് പറയാനോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാനോ ഉള്ള ധൈര്യം ഒരാൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷനെ കുറിച്ച് ആരോ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, അതിൽ നിന്ന് അഗാധമായ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അറിവായിട്ടുണ്ട്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ 3 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൃദയത്തിലേക്ക് ഒരു ഇങ്ങനെ 3 വാളുകൾ കുത്തി ഇറക്കുന്ന പോലെയാണ്. അതും 1, 2, 3 വാളുകളാണ്. അതിനർത്ഥം നിങ്ങളെ രണ്ടുപേരെ കൂടാതെ ഇതിനകത്ത് വേറൊരാളും കൂടെ ഉണ്ടെന്നാണ് അർത്ഥം.
അപ്പൊ ഇതിനെക്കുറിച്ച് ആർക്കോ അറിവായിട്ടുണ്ട്. ഇത് ഭയങ്കര പണിയാകുമെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും തേർഡ് പാർട്ടി ഉള്ളത്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലാണ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾക്കത് അറിയില്ലെന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട്. കാരണം തുറന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല, വ്യക്തിക്ക് അറിയാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കുറെ കാര്യങ്ങൾ തെളിവായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ്? തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് ആരൊക്കെയോ പറഞ്ഞു കൊടുത്താൽ, നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അടുത്തറിയുന്ന അടുത്ത് ബന്ധമുള്ള ബന്ധുക്കൾ തന്നെ ആവാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരോ നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇതൊരു ഗോസിപ്പായിട്ട് റൂമറായിട്ട് കേൾക്കാൻ വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചില സമയത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളൊരു ലോകത്താണ്. അപ്പോൾ നമ്മളുടെ ചുറ്റും ആളുകളുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവര് അതിൽ നമ്മളെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവും എന്നൊരു ബോധം ചില സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ എന്തോ അറിഞ്ഞിട്ട് മറ്റുള്ളവര് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞതാണോ, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണോ, എന്തായാലും ഇതൊരു ഗോസിപ്പായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ വിട്ടുകളയാൻ മടിയാണ്. ഇവിടെ പണത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളായിരിക്കും ജോലി എടുത്ത് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരാള്, പൈസ കൊണ്ടുവരുന്ന ആള്, വീട് മുമ്പോട്ട് പോകാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ ബന്ധം വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ചിലപ്പോൾ സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആരുടെ എനർജി ആണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. വിട്ടുകളയാനായിട്ട് ഞാൻ എന്ത് ചെയ്താലും ഈ ബന്ധം വിടില്ല. ചിലപ്പോൾ വളരെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാളായിരിക്കാം, നിങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ച് നിങ്ങൾ ഭയങ്കര ആഗ്രഹിച്ച് വിവാഹം കഴിച്ചു. അപ്പൊ എന്ത് നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിലും ഞാൻ വിട്ട് കളയില്ല, എനിക്ക് ഈ വ്യക്തിയെ ജീവിതാവസാനം വരെ വേണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളാവാം, നിങ്ങളുടെ വ്യക്തിയാവാം. എന്തായാലും ഇവിടെ തീരുമാനം എടുക്കും നിങ്ങൾ, പക്ഷെ വ്യക്തിയെ നിങ്ങൾ വിട്ട് കളയില്ല. അതിനർത്ഥം ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോയിട്ട് തേർഡ് പാർട്ടിക്ക് പണി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടോ അറിയില്ല, നോക്കാം നമുക്ക് എന്താണ് ഇനി. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആർക്കൊക്കെയോ എന്തൊക്കെയോ പിടുത്തം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, വിട്ടുകളയില്ല എന്ന് തീരുമാനം. ഇനി എന്താണ് വരാൻ പോകുന്നത്? 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് വരുന്നത്? ഭയങ്കര പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്. ഇത് 10 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്. വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു 4 പേര് അറിയുന്ന ഒരു ഫാമിലി ആയിരിക്കാം. മനസ്സിലായെന്ന് വെച്ചാല് പേരും പ്രശസ്തിയുമുള്ള കുടുംബം, ഇഷ്ടംപോലെ സ്വത്തും പണവും ഉണ്ട്, ഭാര്യയും ഭർത്താവും കുട്ടികളും. പക്ഷെ ഇത് നിങ്ങൾക്ക് മറച്ചു വെക്കാനായിട്ട് ഒരു പരിധിയുണ്ട്. മനസ്സിലായി? നിങ്ങൾ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനം എടുക്കുകയാണ് തേർഡ് പാർട്ടിയുടെ കൂടെ പോകാനെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ആ വ്യക്തി തീരുമാനം ആക്ഷൻ എടുക്കും. അതല്ല, നിങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്നാലും വിധി ഒരു തീരുമാനം എടുക്കും. വിധി ഇത് നിങ്ങൾ അറിയണം, ഇതിനൊരു തീരുമാനം എടുക്കണം എന്ന് വിധി തീരുമാനിക്കുമ്പോൾ നിങ്ങൾ വെറും കളിപ്പാവായിട്ട് അവിടെ നിൽക്കും. നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്ന വിധി. മനസ്സിലാണോ? അപ്പൊ അങ്ങനൊരു അവസ്ഥ റിലേഷൻഷിപ്പിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയൊരു ഭാരമായിട്ട് വരും. നിങ്ങൾ മാക്സിമം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നോക്കിയാലും 72 മണിക്കൂറിനുള്ളിൽ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് തള്ളി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റുള്ളവരറിയാതെ മറച്ചു വെക്കാൻ പറ്റില്ല. ഇത് 4 പേരറിയും, വലിയ പ്രശ്നമാവും, വലിയൊരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് ഇനിയിപ്പോ നിങ്ങളുടെ ബന്ധുക്കള്, നിങ്ങളുടെ അച്ഛനും അമ്മയുമാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്, അതോ ഈ വ്യക്തിയുടെ അച്ഛനും അമ്മയുമാണോ, അതോ തേർഡ് പാർട്ടി തന്നെയാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? എന്തായാലും വലിയൊരു പൊട്ടിത്തെറി. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. ടവർ മൊമെന്റ് ആണ്, വലിയൊരു ടവറാണ് നിങ്ങളുടെ ടവർ മൊമെന്റ്, ഒരു പൊട്ടിത്തെറി. അതാണ് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത്.
നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ വന്നേ തീരൂ എന്ന് വിധിയുണ്ട്. മനസ്സിലായോ? നമ്മൾ മാക്സിമം ഒരു കാര്യം വേണ്ട ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാലും ചില സമയത്ത് ചില വിധികളുണ്ട്. മനസ്സിലായോ? കർമ്മഫലം. ഇത് ഇങ്ങനെ വന്നേ പറ്റുള്ളൂ എന്ന് വിധി വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോക്കി നിൽക്കുക പറ്റുള്ളൂ. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടും, നിങ്ങൾ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇത് അറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ആക്ഷൻ ഒന്നും എടുക്കണ്ട, ഞാനൊന്നും എടുക്കുന്നില്ല, ഞാൻ ഈ ഭാരം ചുമന്നോളാം എന്ന് വിചാരിക്കുമ്പോഴാണ് വിധി ഒരു വലിയ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. സ്കോർപിയോ ആണത്. ചില സമയത്തെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളിന് സ്നേഹിച്ചിരുന്ന രണ്ടുപേരിൽ ഒരാൾ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ എനിക്ക് വയ്യ, അവർ വേണ്ടാന്ന് വെക്കുന്നത് അവരുടെ തെറ്റുകൊണ്ട് ആവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളിൽ മെജോറിറ്റിയും അതിൽ ഒരാള് വളരെ ടോക്സിക് ആയിട്ട് പെരുമാറുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ, പണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ അമ്മമാരും നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അതൊക്കെ ജീവിതമാണ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളിൽ ആ ഒരു ചിന്ത ഇല്ലാത്ത പോലെയാണ് കാണുന്നത്. അപ്പോൾ എന്ത് പറ്റുന്ന അവരൊരു തീരുമാനമെടുക്കും, എനിക്ക് പറ്റില്ല, ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മറ്റൊരാൾ ഭയങ്കരമായിട്ട് അയാളുടെ ഈഗോ ഹേർട്ടാവുന്നു, അയാളുടെ സ്നേഹം നഷ്ടമാകുന്നു, അയാളെ മറ്റുള്ളവർ കളിയാക്കുന്നു. പല പ്രശ്നങ്ങൾ വരുമ്പോൾ അയാൾ എന്നാ പിന്നെ അങ്ങനെ നീ വേറെ ആരുടെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ജീവിതം, ആ കുട്ടിയുടെ ആരാണോ ഇവിടെ പോകുന്നവരുടെ ജീവിതം നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ കൂടെ ഈ ആക്ഷൻ എടുക്കുന്ന ആളുടെയും ജീവിതം നശിച്ചു പോവല്ലേ. മനസ്സിലായോ? ചില ന്യൂസ് കേൾക്കുമ്പോൾ ജീവപര്യന്തം ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, 14 വർഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യണവര് കുട്ടികൾ വിവരമില്ലാത്തത് കൊണ്ടാണ്. 14 വർഷമല്ല ജീവപര്യന്തം. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ. അത് ജഡ്ജിയുടെ ഇത് അനുസരിച്ചിട്ടായിരിക്കും ഇത്ര. മിനിമം 20 വർഷത്തിനും മാക്സിമം മരണം വരെയുമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കുട്ടികളെ ഒന്ന് അവെയർ ആക്കണം. കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. അതുപോലെ കൂട്ടം കൂടി നിന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിടികിട്ടില്ല ആരാണെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന കുഞ്ഞു കുട്ടികൾ, അതൊക്കെ അറിവില്ലായ്മയാണ്. CCTVയും നാട്ടുകാരുടെ ശ്രദ്ധയും മൊബൈൽ ഫോണുകളിൽ ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു കാര്യവും രഹസ്യമല്ല, എല്ലാം പരസ്യമാണ്. അതാണ് നമ്മൾ എപ്പോഴും അറിയേണ്ടത്. നമ്മൾക്ക് ജീവിക്കണം മുമ്പോട്ട്, അല്ലെ? ഒരാളെ ഇല്ലാതാക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്ത് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ എന്നെങ്കിലും നമ്മൾ പിടിക്കപ്പെടും. മനസ്സിലായി? പണ്ടത്തെ ആൾക്കാരെ പിടിക്കപ്പെടാത്തെന്ന് വെച്ചാൽ അവിടെ ഒന്നും CCTVയും കുത്തോ മൊബൈലോ ഒന്നുമില്ല. ഇത് ദൈവത്തിന്റെ ഒരു കളിയാണിത്. അപ്പോൾ കാരണം ഫാസ്റ്റ് ആയിട്ടാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ദൈവത്തിന് അറിയാം ഫാസ്റ്റ് ആയിട്ട് ക്രൈം എല്ലാം സോൾവ് ചെയ്യണം. അപ്പൊ ദൈവത്തിൻ്റെതായ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടെന്ന് സൂക്ഷിക്കുക. മനസ്സിലായി? ഇപ്പോൾ ഒരു ക്രൈം ഇന്ന് നടന്നാൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ മാക്സിമം ആളെ പിടിച്ചു കഴിഞ്ഞു, അതോടെ അയാളുടെ ജീവിതം പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റുകളൊന്നും ആരും ചെയ്യരുതെന്ന് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ചില സമയത്ത് ഇപ്പോൾ പെൺകുട്ടികൾ ചെയ്യണത്, അവർക്ക് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ഒരാളോട് പറയുമ്പോൾ, നമ്മൾ ഡിവോഴ്സ് വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ആളോട് ഞാൻ തരില്ല ഡിവോഴ്സ്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്? അയാൾക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ ഫോഴ്സ് ചെയ്ത് ജീവിക്കുക. ഞാൻ ഇത് കണ്ടപ്പോഴാണ്, ഫോഴ്സ് ചെയ്ത് ജീവിക്കാൻ നോക്കരുത്. കാരണം അവര് നമ്മളെ എന്താണ് ചെയ്യാൻ നമുക്ക് അറിയില്ല. ഇന്നത്തെ കാലം ഭയങ്കര വൃത്തികെട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ന്യൂസ് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. മനസ്സിലായോ? ആർക്കും എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കാലം. നമ്മളുടെ രക്തബന്ധങ്ങൾ പോലും നമ്മളെ ഉപദ്രവിക്കുന്ന, ഇല്ലാതാക്കുന്ന കാലം. അതിനവർക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ജീവിക്കുക, മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഇനി ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് നിങ്ങളെ കൂടെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് ആക്ഷൻ എടുക്കും നമുക്കറിയില്ല. ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി കാണിക്കുന്നുണ്ട്. ഒന്നും സൂക്ഷിക്കണം നിങ്ങളെല്ലാം കേട്ടോ. ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ജീവനാണ് വലുത്, അല്ലേ? നമ്മൾ ജീവനോടുണ്ടെങ്കിൽ നമ്മളുടെ മക്കളുടെ കാര്യവും
നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതും ദൈവം തന്ന ജീവിതമാണ്. വെറുതെ അവസാനം ഇത്ര ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 70, 75 മുകളിലുള്ള ആളുകളാണ് പെടുമരണം നടക്കുന്നത്, അല്ലെ? പാവങ്ങൾ അത്രയും ജീവിച്ചിട്ടേ, സമാധാനമായി ജീവിച്ചിട്ട് അവസാന കാലം വളരെ ദുരിതപൂർണമായ മരണം ഉണ്ടാകുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രായമുള്ളവര് അത്രയും ജീവിച്ചല്ലേ, മനസമാധാനത്തോടെ അവരുടെ ബാക്കി ജീവിതം അവർ ജീവിച്ച് തീർക്കട്ടെ. ഒരു നല്ലൊരു മരണം അവർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും അച്ഛനോ അമ്മയാണെങ്കിലും എല്ലാം. കാരണം ന്യൂസ് കേൾക്കുന്നത് മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പേടിയാവുന്നുണ്ട്. നമ്മളെ കുറിച്ച് ഓർത്തിട്ടല്ല, നമ്മളുടെ ഉറ്റവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ടെൻഷൻ. അവർക്ക് അങ്ങനെയുള്ള അപകടങ്ങളൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഇത് വളരെയധികം പ്രശ്നം 72 മണിക്കൂറിനുള്ളിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ കുറച്ചും കൂടെ സ്മാർട്ടായിട്ട്, ഇവിടെ നെഗറ്റീവ് ദൂരം പോസിറ്റീവ് കാർഡ്സ് ഉണ്ടെന്ന് നോക്കിയേ, വരുന്നത് മുഴുവൻ നെഗറ്റീവാണ്. ആ യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? എന്തായാലും ഇവിടെ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവാൻ പോണില്ല എന്ന് യൂണിവേഴ്സ് പറയും. നിങ്ങൾ എന്തോരം ഇതിനെ മുറുക്കെ പിടിച്ചാലും, നിങ്ങൾ എന്തൊക്കെ ഞാൻ കാരണമായിരിക്കും വ്യക്തി ഇങ്ങനെ പോയത്, അങ്ങനെ ചിന്തിക്കണ്ട. വ്യക്തികൾ പോകുന്നത് അവരുടെ തെറ്റാണ്, നമ്മളുടെ അല്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഭാര്യയാണ് പോവുകയാണെങ്കിൽ അത് എൻ്റെ സ്വഭാവ ദൂഷ്യമല്ല, അല്ലാതെ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യമല്ല. അതുപോലെ നിങ്ങളുടെ ഭർത്താവ് പോകണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യമല്ല, ഭർത്താവിൻ്റെയാണ്. അതുപോലെ ഭാര്യ പോവുകയാണെങ്കിൽ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യമാണ്. നിങ്ങൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് നിങ്ങൾ ഗിൽറ്റി കോൺഷ്യസ് ഇവിടെ കാണിക്കുന്ന ഈ ആള് വളരെ ഗിൽറ്റിയാണ്. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ പേഴ്സൺ ഇങ്ങനെ മറ്റു സ്ത്രീകളുടെ അടുത്ത് പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല. ഇവരെല്ലാം ഈ സ്വഭാവം, നിങ്ങൾ നല്ലതാണെങ്കിലും നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യാനുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരണ്ട. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറ്റുള്ള അയാൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. കാരണം അവർ ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആവില്ല. എത്ര സൗന്ദര്യമുള്ള സ്ത്രീ ആണെങ്കിലും, എത്ര സുന്ദരനായ ഭർത്താവാണെങ്കിൽ, എത്ര പെർഫെക്റ്റ് ആയ നന്നായിട്ട് സ്നേഹിക്കുന്ന, വീട്ടുകാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചിലര് അതിൽ തൃപ്തരായിരിക്കില്ല. അവരുടെ എക്സ്പെക്ടേഷൻസ് വേറെ എന്തോ ആണ്. അവർക്ക് തന്നെ അറിയില്ലായിരിക്കും അവരുടെ എക്സ്പെക്ടേഷൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത് എന്താ പറയുക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അത് ഇടില്ല. എനിക്ക് വണ്ണം കൂടുതലാണ് അല്ലെങ്കിൽ ഞാൻ വളരെ മെലിഞ്ഞതാണെന്നെങ്കിൽ ഞാൻ വണ്ണം കൂട്ടാൻ നോക്കാം, അല്ലെങ്കിൽ മെലിയാൻ നോക്കാം എന്നൊക്കെ നിങ്ങൾ മരിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു എത്തും പിടിയില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കും വേണ്ട. ആ ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക. മനസ്സിലായോ? കാലം മാറി, പണ്ടത്തെ കാലമല്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല, അതങ്ങോട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് നമ്മളുടെ ജീവിതം കൊഞ്ഞാട്ടാക്കരുത്. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ ഹാപ്പിനെസ് ഇല്ല, ഇനി ഒരിക്കലും ഹാപ്പിനെസ് ഈ ബന്ധത്തിൽ വരില്ല. കാരണം ഈ ബന്ധം അത്രയും തകർന്നു പോയി. ഇതൊരു കർമ്മഫലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇത് ഇങ്ങനെ ആവുള്ളൂ. നിങ്ങൾ എത്ര സമയം, എഫേർട്ട്, സ്നേഹം എല്ലാം ഇതിനകത്ത് ഇട്ടാലും ഇനി ഇട്ടാലും ഇത് ഈ വലിയ അഗാധമായ ഒരു കിണർ പോലെയാണ്. അതിനകത്തേക്ക് പോകും, പക്ഷെ എഫക്റ്റ് ഒന്നുമില്ല. പോകുന്നതെല്ലാം അപ്രത്യക്ഷമാകുമെന്നല്ലാതെ ഇതിനൊരു റിസൾട്ട് വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇതിനകത്ത് കിടന്ന് പണിയെടുക്കണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒരു പൊട്ടിത്തെറി വരുന്നുണ്ട്. നിങ്ങൾ അയ്യോ ഇങ്ങനെയായി, നീ പറഞ്ഞപ്പോൾ തന്നെ അതിപ്പോൾ ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത്? മാനിഫെസ്റ്റ് ചെയ്യണോ, ബ്ലാക്ക് മാജിക് ചെയ്യണോ, എന്തെങ്കിലും പൂജ ചെയ്താൽ മാറോ? ഇല്ല, ഇതിങ്ങനെ ആവണമെന്ന് വിധിയുണ്ട്. അപ്പോൾ അതിന്റെ വഴിക്ക് വിട്ടേക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ലിയോ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. ഭഗവാനെ ഭയങ്കര സങ്കടമാണ് അല്ലേ? പക്ഷെ ചില കാര്യങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെയാണ് ന്യൂസ് കേട്ടത്, ഒരമ്മ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. അവർക്ക് മെന്റൽ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ എന്തെങ്കിലും അവൻ എതിർത്തിട്ടുണ്ടാവുകയും അപ്പോൾ പെട്ടെന്ന് ട്രിഗേർഡ് ആയിട്ടുണ്ടാവും ഇവര്. ആരും ഉണ്ടായിരുന്നില്ല എന്നടുത്ത്. അപ്പോൾ നമ്മൾ ലോകം വല്ലാത്തൊരു ലോകമാണെന്നാണ് എനിക്ക് തോന്നാറ്. എന്തായാലും നമ്മൾക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദൈവത്തിനോട് നമുക്ക്
ധൈര്യം തരാൻ, ആത്മധൈര്യം തരാനായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. സ്കോർപ്പിയോ, ചില കാര്യങ്ങൾ പോകുന്നതാണ് നല്ലത്. നിങ്ങളിവിടെ മരിച്ചു കിടന്ന് പണിയെടുക്കുന്നുണ്ട്, ക്യാൻസർ, ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കി എടുക്കാൻ അമ്പലമായ അമ്പലം, പള്ളിയായ പള്ളി, എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ച് ഒക്കെ നിൽക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നടക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയാലേ നമുക്ക് നന്മ വരുമെന്നുള്ള ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾക്ക് വിഷമമായാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് നമ്മൾ വിശ്വസിക്കില്ല കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.